മക്കളെ, ഇന്ന് നമുക്ക് മേരി ദുനിയാ കെ തമാം ബച്ചെ എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. എക്സാം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വേ ജമാ ഹോങ്കെ ഏക് ദിൻ, കോൻ ജമാ ഹോങ്കെ? അവർ ഒത്തുകൂടും, അവർ ഒരു ദിവസം ഒത്തുകൂടും എന്ന് പറഞ്ഞല്ലോ. ആര് ഒത്തുകൂടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദുനിയാക്കെ തമാം ബച്ച്, ലോകത്തിലെ എല്ലാ കുട്ടികളും. കവിതാമേ വോ കാ പ്രയോഗ് കിസ്കെ സംബന്ധ് മേ ഹുവാ ഹേ? കവിതയിൽ അവർ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? ബച്ചേക്കെ സംബന്ധമേ, കുട്ടികളെ സംബന്ധിച്ചാണ്. വോ പറഞ്ഞ വഹ് എന്നാണ് അർത്ഥം, അവൻ എന്നും പറയാം. ഓക്കെ, അപ്പൊ കവിതയിൽ അവൻ ഉടനീളം പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആരെയാണ് പറഞ്ഞിരിക്കുന്നതാണ് ചോദ്യം. ആരെയാണ്? കുട്ടികളെയാണ് പറഞ്ഞിരിക്കുന്നത്, കുട്ടികളെ സംബന്ധിച്ചാണ് അല്ലേ. അടുത്ത ചോദ്യം, ബച്ചെ ക്യോം ജമാ ഹോങ്കെ? കുട്ടികൾ എന്തിനാണ് ഒത്തുകൂടുന്നത്? ഖേൽനെ കെ ലിയെ, കളിക്കാൻ വേണ്ടി. ബച്ചെ ദീവാരോ പർ ക്യാ കരേങ്കെ? നാലാമത്തെ ചോദ്യമാണ്, കുട്ടികൾ ചുമരുകളിൽ എന്ത് ചെയ്യും? കുട്ടികൾ ചുവരുകളിൽ എന്ത് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെൻസിൽ കി നോക്ക് രഗഡേങ്കെ? എന്താണ് കുട്ടികൾ ചെയ്യുന്നത്? പെൻസിലിന്റെ അഗ്രം കൊണ്ട് വരയ്ക്കും അല്ലേ. കുട്ടികൾ ചുവരിൽ പെൻസിലിന്റെ അഗ്രം ഉപയോഗിച്ചിട്ട് വരയ്ക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രഗഡന പറഞ്ഞാൽ വരയ്ക്കുക, ഉരയ്ക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. बच्चे दीवारों पर पेंसिल की नोक रगड़ेंगे, इसका क्या मतलब है? കുട്ടികൾ പെൻസിൽ നുറുങ്ങുകൾ ചുവരുകളിൽ തേയ്ക്കും, എന്താണ് ഇതിന്റെ അർത്ഥം? बच्चे अपने विचार और भावनाएं खुलकर प्रकट करेंगे. എന്താണ് അതിന്റെ അർത്ഥം? കുട്ടികൾ തങ്ങളുടെ ചിന്തകളും വികാരങ്ങളും തുറന്ന് പ്രകടിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. ബച്ചെ ടാങ്കോ മേ ക്യാ ഭർ ദേംഗെ? കുട്ടികൾ ടാങ്കുകളിൽ എന്ത് നിറയ്ക്കും? ബാലു, മണൽ. ബച്ചെ കിസ് പർ ഛേദ് കരേംഗെ? കുട്ടികൾ കിസ് പർ ഛേദ് കരേംഗെ, എന്തിനെ ഛേദിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ദീവാർ, ദീവാർ പറഞ്ഞ ചുമര്, ചുവരുകൾ ഛേദിക്കും. ചുവരുകള് തുരങ്കണ്ടാക്കുക, ചുവര് ഭേദിക്കുക എന്നൊക്കെയുള്ള അർത്ഥം, ഛേദിക്കുക എന്ന് പറഞ്ഞാൽ. പെൻസിൽ കി നോക്ക് രഗഡന, ചിത്ര खींचने के लिए अथवा अपने विचार लिखकर प्रस्तुत करने के लिए तैयार होना. പെൻസിൽ കി നോക്ക് രഗഡന എന്നതിന്റെ അർത്ഥമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ചിത്ര ഖീഞ്ചനെ കെ ലിയെ അഥവാ ചിത്രം വരയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അപ്പനെ വിചാർ ലിഖക്കർ പ്രസ്തുത കർണേ കെ ലിയെ, തൻ്റെ മനസ്സിലുള്ള വിചാരങ്ങൾ, ചിന്തകൾ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. ചുവരിൽ ഇങ്ങനെ എഴുതിയിട്ട് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നാണ് അർത്ഥം. കുത്തോം സേ ബത്തിയാന, കുത്തോം സേ ബത്തിയാന എന്ന് പറഞ്ഞാൽ നായ്ക്കളോട് സംസാരിക്കുന്നു. നായ്ക്കളോട് സംസാരിക്കുന്നതിനെയാണ് കുത്തോം സേ ബത്തിയാന എന്ന് പറയാം. ജീവജന്തുവും സേ പ്യാർ ഭര വ്യവഹാർ കർണ, അതായത് അതിൻ്റെ അർത്ഥം മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുക എന്നാണ്. ടാങ്കോമ്മേ ബാലു ഭർണ, ടാങ്കുകളിൽ മണൽ നിറയ്ക്കുക എന്ന് പറഞ്ഞല്ലോ. ടാങ്കുകളിൽ മണൽ നിറയ്ക്കുക എന്നത് വിനാശകാരി സാമഗ്രിയും കാ നാശ് കർണ, അങ്ങനെ പറഞ്ഞാൽ എന്താണ്? വിനാശകരമായ വസ്തുക്കള് നശിപ്പിക്കുക, വിനാശകരമായിട്ടുള്ള വസ്തുക്കളൊക്കെ നശിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പേടോ പർ ഗോസല ബനന, മരങ്ങളിൽ കൂടുകൾ പണിയുക, കൂടുകൾ നിർമ്മിക്കുക, മരങ്ങളിൽ കൂടുകൾ നിർമ്മിക്കുക. പ്രകൃതി ചീസോം കോ ജീവ് ജന്തുവോം കെ അനുകൂൽ ബനന, അതായത് മൃഗങ്ങൾക്ക് അനുയോജ്യമായ പ്രകൃതിദത്ത വസ്തുക്കൾ ഉണ്ടാക്കുക.
പ്രകൃതി ചീസോं को ജീവ ജന്തുओं के അനുകൂല ബന്ന, ജീവജന്തുക്കൾക്ക് അനുകൂലമായിട്ടുള്ള, മൃഗങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള, അനുയോജ്യമായിട്ടുള്ള പ്രകൃതിദത്ത വസ്തുക്കൾ ഉണ്ടാക്കുക എന്നാണ് മരത്തിൽ കൂടുണ്ടാക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. वो जमा होंगे एक दिन, यहाँ किस उम्मीद की और संकेत है. भिन्न कारणों से इस दुनिया के बच्चे अलग अलग होकर खड़े हैं. वे अपनी नैसर्गिक वृत्तियों से भी अलग हो गए हैं. कवि उम्मीद करता है कि एक दिन वे एक साथ मिल जाएंगे. वे एक साथ खेलेंगे, चित्र खींचेंगे और प्रकृति के हर चीज से तालमेल रहेंगे. ഈ ലോകത്തിലെ കുട്ടികൾ പല കാരണങ്ങളാൽ വേറിട്ട് നിൽക്കുന്നു. അവരുടെ സ്വാഭാവിക സഹജവാസനകളിൽ നിന്നും അവർ വേർപിരിയപ്പെടുന്നു. ഒരു ദിവസം അവർ ഒന്നിക്കുമെന്ന് കവി പ്രതീക്ഷിക്കുന്നു. അവർ ഒരുമിച്ച് കളിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങളുമായി ഇടപഴകുകയും ചെയ്യും. അതാണ് അവരൊന്നിച്ചു ചേരും എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, बच्चे द्वारा टैंकों में बालू भरने और बंदूकों को मिट्टी में गाड़ देने का क्या तात्पर्य है. കുട്ടികൾ ടാങ്കുകളിൽ മണൽ നിറയ്ക്കുകയും തോക്കുകൾ മണ്ണിൽ കുഴിച്ചിടുകയും ചെയ്യുന്നതിൻ്റെ അർത്ഥമെന്താണ്? കുട്ടികൾ ടാങ്കുകളിൽ മണൽ നിറയ്ക്കുമെന്നും മണ്ണിൽ തോക്കുകൾ കുഴിച്ചിടും എന്നൊക്കെ നമ്മൾ കവിതയിൽ പഠിച്ചു അല്ലേ? അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം. ടാങ്ക് ബന്ദൂക്ക് ആദി യുദ്ധ के लिए है, विद्वेष के प्रतीक है, मनुष्य से अलग करने के लिए है, लेकिन दुनिया भर के बच्चे तो एक है, वे विनाश की सारी चीजों को नष्ट कर देंगे. എന്താണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? ടാങ്ക് ബന്ദൂക്ക് ആദി യുദ്ധ के लिए है. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടാങ്കുകൾ, തോക്കുകൾ മുതലായവ യുദ്ധത്തിനുള്ളതാണ്. അവ വെറുപ്പിൻ്റെ പ്രതീകങ്ങളാണ്. അവ മനുഷ്യനിൽ നിന്ന് വേർതിരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എന്നാൽ ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഒന്നാണ്. അവർ വിനാശകരമായ എല്ലാ കാര്യങ്ങളും നശിപ്പിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, दीवारों में छेद कर आर पार देखना यहाँ किसकी और संकेत है. ദീവാർ എന്ന് പറഞ്ഞാൽ ചുമര് അല്ലെങ്കിൽ മതില്. മതിലുകളിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കി അവയിലൂടെ നോക്കുക എന്ന വാചകം ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നത്? दुनिया के मनुष्य कई कारणों से अलग अलग होकर खड़े हैं. मनुष्यों के बीच कई दीवारों हैं. उन्हें छेद कर आर पार देखने के चलेगा कि मनुष्य और मनुष्य में कोई भेद नहीं है, सब एक ही है. ലോകത്തിലെ മനുഷ്യർ പല കാരണങ്ങളാൽ വേറിട്ട് നിൽക്കുന്നു. മനുഷ്യർക്കിടയിൽ നിരവധി മതിലുകളുണ്ട്. അവയെ തുളച്ചു കയറ്റി പരിശോധിക്കുമ്പോൾ മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ലെന്ന് മനസ്സിലാകും. എല്ലാം ഒന്നു തന്നെയാണ്. മനുഷ്യനും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല, എല്ലാം ഒന്നു തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. तुम्हारी बनाई हर चीज को गिलौना बना देंगे से क्या तात्पर्य है. നിങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ഞങ്ങൾ ഒരു കളിപ്പാട്ടമാക്കി മാറ്റും എന്നതിൻ്റെ അർത്ഥം എന്താണ്? मनुष्य ही मनुष्य के विरुद्ध विनाश की चीजों को बना रहे हैं.
ये चीज़ों प्रकृति तथा जीव जंतुओं के भी नाश के कारण बन जाती है। कवि कामना करते हैं कि दुनिया भर के बच्चे इन विनाशकारी चीज़ों को एक दिन गिलौना बना देंगे। മനുഷ്യർക്ക് എതിരെ വിനാശകരമായ വസ്തുക്കൾ സൃഷ്ടിക്കുന്നു. ഈ വസ്തുക്കൾ പ്രകൃതിയുടെയും ജീവജാലങ്ങളുടെയും നാശത്തിനും കാരണമാകുന്നു. ലോകമെമ്പാടുമുള്ള കുട്ടികൾ ഒരു ദിവസം ഈ വിനാശകരമായ വസ്തുക്കളെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റുമെന്ന് കവി ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കവിത ഉള്ളത്. കവിതയിലുള്ള ക്വസ്റ്റ്യൻ ആൻസറൊക്കെ മേരി ദുനിയ കെ തമാം ബച്ചെ എന്ന കവിത തീർച്ചയായിട്ടും നന്നായിട്ട് പഠിക്കുക, ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.